ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ഈ ടൈറ്റിൽ മാഫിയ ക്വീൻസ്. ഓക്കെ, നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. ഇതിൽ ഹീറോമാർ എപ്പോഴത്തെ മതി ഒരു ഐഡലാണ്. നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. മാഡം, എന്താടാ പറ്റി? എല്ലാം ജോലി കഴിഞ്ഞോ? മാഡം, എല്ലാം കഴിഞ്ഞു മാം. ബോസ്, ശരിടാ. നമ്മളെ ഡ്രഗ് എല്ലാം വന്നിട്ടുണ്ടോ? മാഡം വന്നിട്ടുണ്ടോ? അതെ, പറഞ്ഞേക്ക്. ഇത് നമ്മൾ ഒറിജിനൽ ഡ്രഗല്ല. ഈ അവരെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്ലാൻ എന്ന് ഹീറോയി പറയുന്നതാണ്. ഈ ഡ്രഗല്ല നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവനെ പിടിച്ചേ പറ്റൂ. അതുമാത്രമല്ല, നമ്മൾ നല്ലൊരു കാര്യം മാത്രം. നമ്മൾ മാഫിയ ക്വീനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഹീറോയി. അതെല്ലാം കൊണ്ടുവന്നു ഹീറോയിൻ്റെ സെക്രട്ടറി പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെയായിട്ട് പറഞ്ഞു തുടങ്ങി. ശരി, ഓക്കെ. റോസി, എന്ത് മാഡം? ശരി, നമുക്ക് കമ്പനിക്ക് പോവാം. ഓക്കെ മാം. മാഡം എന്താടാ പറ്റി? മാഡം, ഞാനും കൂടെ വരാം. ശരിടാ, വാ. അങ്ങനെ കാർ ഡ്രൈവിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഓഫീസിലേക്ക് വന്നെത്തി. അങ്ങനെ ഓഫീസിൽ അങ്ങനെ വന്നിരുന്നു. എന്താടാ പ്രശ്നം മാഡം? എനിക്കൊരു പ്രശ്നം പറയാനുണ്ട് മാഡം. ഇതാ ന്യൂസ് നോക്ക് മാഡം. അത് മാത്രമല്ല, K-pop ഐഡൽസില്ലേ, അതൊക്കെ ഇപ്പം എന്താ മാഡം? അവർക്ക് പ്രശ്നവും മാഡം. എന്താ പ്രശ്നം? അതൊക്കെ ഞാൻ എന്താ ചെയ്യുക മാഡം? ആപത്ത് വരാം മാഡം. അവർക്ക് നിറയെ പ്രശ്നമുണ്ട് മാഡം. അതുമാത്രമല്ല, നമ്പർ 1 ബിസിനസ് മാൻ ഇല്ലേ, നമ്പർ 1 ബിസിനസ് മാൻ അവരെ പാർട്ടിക്ക് പോയിരുന്നു മാഡം. ഞാൻ പോയിരുന്നു മാഡം. മാം ഡീലിങ് ചെയ്യാൻ പറഞ്ഞായിരുന്നു മാം. അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് പോയിരുന്നു മാഡം. അവിടെ ഇതൊരു ഗ്രൂപ്പ് ഇല്ല മാഡം. ഏത് ഗ്രൂപ്പാ? ഇതിൻ്റെ ഒരു ഷോപ്പ് ഞങ്ങൾ പോയി മാം. അങ്ങനെ പറഞ്ഞു. ഓറഞ്ച് സ്റ്റോപ്പ്. എന്ത് ഓറഞ്ച് സ്റ്റോപ്പാ? അത് മാഡം, ഓറഞ്ച് സെൻറ്റ് ഉണ്ടാക്കുന്ന അവർ. ഓക്കെ, എന്താ ഓറഞ്ച് എന്ന് വിളിക്കാം മാഡം. അവൻ ശരി, എന്താ പറ്റി അവൻ? മാഡം, അവർ മകൾക്ക് ഇവരെ PTS മെമ്പർ 7 വരെ പിടിക്കുമല്ലോ മാഡം. അതൊക്കെ ഇപ്പം ഞാൻ എന്താ ചെയ്യാം മാഡം? പ്ലീസ് മാഡം. അതുമാത്രമല്ല മാഡം, അവരെ പിടിക്കും. അതുമാത്രമല്ല മാഡം, നിങ്ങൾ അനിയത്തിക്ക് അവരെ പിടിക്കും. ശരി മാ, എന്താ പ്രശ്നം? അവരെ രക്ഷിക്കാനല്ല മാഡം. നിങ്ങൾ അനിയത്തി വാശി പിടിക്കുക, ഫുഡും കഴിക്കില്ല മാഡം. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. ശരി, ഓക്കെ, നീ വിഷമിക്കേണ്ട, ഞാൻ പോയിട്ട് നോക്കി വരാം. അങ്ങനെ ഹീറോയി അങ്ങനെ ഓഫീസിൽ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലൊക്കെ വന്നു. വീട്ടിലൊക്കെ ഹീറോയിൻ്റെ അനിയത്തി ഭയങ്കര സാഡായിരുന്നു. ചേച്ചി, അവർ കിഡ്നാപ്പ് ചെയ്യുമെന്നു. നീ പാർട്ടി പോയിരുന്നു? അതെ ചേച്ചി, ചേച്ചി പോകാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് പാർട്ടിക്ക് പോയിരുന്നു. അപ്പോഴാണ് ചേച്ചി അവരെ കിഡ്നാപ്പ് ചെയ്യുന്നു പറഞ്ഞു ചേച്ചി. അവൾക്ക് അവരെ ഇഷ്ടമാണ് മാഡം എന്ന് പറഞ്ഞു നമുക്ക്. അതെ, അവൾ അച്ഛനെ കൂടി ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ പോയത് കേട്ടത് ചേച്ചി. ഇതാ വീഡിയോ. വീഡിയോയിൽ പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇവർ കാണുന്ന സുന്ദരനാണ്. ഇവരെ ഞാൻ മാരേജ് കഴിക്കും. മാരേജ് കഴിക്കുന്നത് പറഞ്ഞാൽ വെച്ചോട് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരെ ടേസ്റ്റ് അങ്ങനെ പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്തൊരു ഇതൊരു ക്യാരക്ടർ, ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഹാൻഡ്സമാണ്. ഇവർ 7 പേർക്കാണ് നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി പറഞ്ഞു കേട്ടോ. ആ പെൺ പറഞ്ഞു ഓറഞ്ച് എന്ന് വിളിക്കായിരുന്നു ആ പെണ്ണിനെ. അവർ മാഫിയ ഗ്രൂപ്പിലെ ഓറഞ്ച് എന്നൊരു നിക് നെയിമാണ് ഉള്ളത്. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ശരി, ഇത് ഞാൻ നോക്കിയോളാം. അനിയത്തിയോട് പറയാൻ തുടങ്ങി. അനിയത്തി പറയാൻ തുടങ്ങി, എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് പറഞ്ഞിക്കടി. അങ്ങനെ പ്രിയ ചേച്ചി, ഹീറോയിൻ്റെ പേര് പ്രിയാണ്. പ്രിയ പറയാൻ തുടങ്ങി. പറഞ്ഞേക്കടി എൻ്റെ ചെല്ലംകുട്ടി, പറഞ്ഞേക്ക്. നീ ചേച്ചീനോട് ഇങ്ങനെ പറയാതിരുന്നാവോ? അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിൻ്റെ പേര് മഞ്ജു എത്ത്. അങ്ങനെ മഞ്ജുവിന് നമുക്ക് ഈ ക്യാരക്ടർ മിയ എന്ന് വിളിക്കാം. മിയ കൊച്ചി, പറഞ്ഞേക്ക് മിയ, നിനക്ക് ചേച്ചി ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ മിയ പറയുന്നത് ചേച്ചി ശരി, ഓക്കെ ചേച്ചി. അങ്ങനെ പറഞ്ഞു. മിയക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യാൻ പോവാം. എടാ, യെസ് മാഡം. ശരിടാ. എന്താ എപ്പോഴാണ് കിഡ്നാപ്പ് ചെയ്യുന്നത് മാഡം? അവർ ഇന്ത്യക്ക് വരുന്നതാണ്. ഇന്ത്യയിൽ പറഞ്ഞ ആ പ്ലാനിൽ നടന്ന കാര്യം പറഞ്ഞു. ശരി, ഓക്കെ, ഞാനെ കൂടെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഹീറോയി പറഞ്ഞു. ശരി, ഓക്കെ. പ്ലാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ അങ്ങനെയായിട്ട് കുറച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഹീറോമാരെല്ലാം താഴെ ഡാൻസിൽ കളിച്ച് സിംഗിങ് ചെയ്ത് ഹീറോയിൻ്റെ അനിയത്തിയും പോയിരുന്നു. അങ്ങനെ സോങ് നോക്കും. ഹീറോയിൻ്റെ അച്ഛൻ അതാ അവിടെ പിടിക്കുക. അങ്ങനെ ഡ്രഗ് എടുത്തോണ്ട് വണ്ടിയിലിട്ട് വണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങി. ആ വണ്ടിയിൽ എല്ലാവരും കടത്തി ആ ഫോട്ടോ കാണുന്നില്ല, ആ ഡ്രഗാണ്, ആ വണ്ടിയാണ് ആ ഡ്രഗിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഹീറോയി
അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഫ്ലൈ ഇങ്ങനെ വിമാനത്തിൽ ഇറങ്ങി വന്ന് അവിടെ നിപ്പിച്ച് വിമാനം സ്റ്റോപ്പ്. ആ വണ്ടി സ്റ്റോപ്പായി. അതെ, പഞ്ചറായി. അതിന് വണ്ടി അവിടെ നിന്നു. ആ വണ്ടിയിലുള്ളവരെല്ലാം രണ്ടുപേരെ എണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഹീറോയിൻ നല്ല ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവരെ പിടിച്ചു, ഗണ്ണടിച്ച് അങ്ങനെ അവരെ പിടിച്ചു. ഹീറോയിൻ വണ്ടി തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ആൾക്കാരെല്ലാം കൂടി ആ വണ്ടിയിൽ നോക്കുമ്പോൾ ബോയ്സ് ഉണ്ടായിരുന്നു. ശരി, ഓക്കെ, ഇവരെ വണ്ടിയിൽ എഴുതിക്കോ. അങ്ങനെ വിമാനത്തിലേക്ക് കയറ്റി. അങ്ങനെ ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്റർ അതിലിട്ടുകൊണ്ട് പോയി. അങ്ങനെയായിട്ട് ഹീറോയെ എടുത്തുകൊണ്ട് പോയി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവരെ വീട്ടിലിരിക്കട്ടെ. അങ്ങനെ വീട്ടിൽ അവരുടെ റൂം വലിയ ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിൽ അവർ 7 പേരെ ബോധം കെട്ട് പോയിനായിരുന്നു. ശരി, ഓക്കെ. അവർ കുറച്ച് നേരം കഴിഞ്ഞ് അവർ കണ്ണ് തുറന്ന് നോക്കും. അയ്യോ, ഞങ്ങൾ എവിടെയാണ്? 6 മണി സ്റ്റേഷൻ. അയ്യോ, എവിടെയാണോ? അങ്ങനെ നാളെ ഓരോന്നെടുത്തു. അങ്ങനെ യഥാർത്ഥ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ എന്ന് പല്ലുകാട്ടി ഒരു കുട്ടി തിരിഞ്ഞു നോക്കുന്നത്. ഇത് കണ്ട് ഷോക്കായി. നീ ആരുമാ? ഇല്ല, ഞാൻ നിങ്ങളെ ഫാൻ ഗേളാണ്. ഇതിനുമോ ഫാൻ ഗേൾ കിഡ്നാച്ചത്? അതല്ല, അവൾ ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങി. അത് നമ്മൾ മിയ ആയിരുന്നു. മിയ പറയാൻ തുടങ്ങി, ഇങ്ങനെ നടന്ന കാര്യം എൻ്റെ ചേച്ചി നിങ്ങളെ രക്ഷിച്ചതായിരുന്നു. ഇല്ലായിരുന്നു ആ രാശച്ചി നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാത്ത. അത് മാത്രമല്ല എൻ്റെ സാക്ഷിയുണ്ട്, ഇതാ വീഡിയോ നോക്കുന്നത്. ഇത് കാട്ടി. ഇവിടെ ആറമ്മക്കൊന്നും മനസ്സിലായി. ആറമ്മ ഒരു ആപ്പ് ഓൺ ചെയ്ത് അതിലെന്താ പറയുന്നത് അത് ആറമ്മക്ക് മനസ്സിലായി. ആറമ്മ വീഡിയോനെടുത്ത് ആറമ്മ സെക്യൂരിറ്റിക്ക് അയച്ചു. അതെന്താ ട്രാൻസ്ഫർ ഞങ്ങൾ വരാം, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് ആറമ്മ പറഞ്ഞു. ശരി, ഓക്കെ, എന്നാൽ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു. ഞാൻ അതിൽ വീഡിയോയിൽ എന്താണ് ട്രാൻസ്ഫേർഡ് ആയിട്ട് എനിക്ക് പറയണമെന്ന് ആറമ്മ അയച്ചായിരുന്നു. ശരി, ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡ് കൊടുത്തു. അവർ ഫുഡ് നല്ലുണ്ട്, ഇന്ത്യൻ ഫുഡാണ്. ഇതാണ് ഇത് നിങ്ങൾ ഈ ഫുഡ് കഴിച്ചോ? ഇതിൽ കാരമൊന്നും ഇല്ല. അങ്ങനെയല്ല, അവർക്ക് ഫുഡെല്ലാം കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ യഥാർത്ഥം നോക്കുമ്പോൾ ഒരു കുട്ടി ഓടി വന്ന്, ചേച്ചി, എന്ത് പറ്റിയമ്മ? അങ്ങനെ മിയ ചോദിച്ചു. ചേച്ചി അത് മിയ പറയാൻ തുടങ്ങി. എന്ത് പറ്റി? ചേച്ചി, ഇതാ നിങ്ങൾക്ക് ചേച്ചി തരാൻ പറഞ്ഞതാ, ഇതാ ചോക്ലേറ്റ് എന്ന്